രാമകഥാശീലികളുടെ പുണ്യം നിറച്ച വീണ്ടുമൊരു രാമായണ മാസക്കാലം. പഞ്ഞക്കർക്കിടകത്തെ ആധ്യാത്മിക പുണ്യം നിറയ്ക്കുന്ന രാമായണ പാരായണ മാസത്തിന് തുടക്കമായി. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം. മലയാള വർഷത്തിൻ്റെ അവസാന മാസമായ കർക്കിടകത്തെ വൃദ്ധിയോടും ശുദ്ധിയോടും കാത്തുസൂക്ഷിക്കണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അന്ധകാരം നീക്കി വിജ്ഞാനത്തിൻ്റെ വെളിച്ചം നൽകുന്നതിനായിട്ടാണ് രാമായണ പാരായണവും ശ്രവണവും കർക്കിടകത്തിൽ നിർബന്ധമാക്കുന്നതെന്ന് ജ്യോതിഷ പണ്ഡിതനും ആധ്യാത്മികാചാര്യനുമായ കുഴുപ്പള്ളി NK നമ്പൂതിരി പറയുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയം ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയം ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമം ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയം ശ്രീരാമ രാമ രാമ രാവണാന്തക രാമം ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമം ശ്രീരാഘവാത്മാ രാമം ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. വീരന്മാർ ചൂടും മകുടത്തിൻ നായികക്കല്ലേ ശ്രീരാമപാദഭക്ത പ്രവര കേട്ടാലും നീ സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി വിനിർമുക്തം സത്താമാത്രം അറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാലാത്മാ രാമനെന്നറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിയിടാം ഉള്ളവണ്ണം നിന്നോട് ഞാൻ തന്നെ മൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ ശിഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധനായ അടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്ക് യാഗരക്ഷയും ചെയ്ത് സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമഭക്തിയായോരഹല്യാശാപം തീർത്ത് പാദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ച ആദരപൂർവം മിഥിലാപുരമകം പുക്ക്. ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭം കൂടിയാണ് ഈ മാസം. കർക്കിടകത്തിലെ ദുസ്ഥിതികൾ നീക്കി മനസ്സിനെ ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ പാരായണത്തിലൂടെ വിശ്വാസികൾ കാണുന്നത്. ഇനിയുള്ള ദിനങ്ങൾ രാമായണ പാരായണം കേരളക്കരയെ ഭക്തിസാന്ദ്രമാക്കും. കർക്കിടകത്തിലെ ഇല്ലായ്മകളിൽ നിന്നും കരകയറുവാൻ രാമായണ പാരായണം നമ്മെ പ്രാപ്തരാക്കുന്നു. ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ സാഹോദര്യ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. അതുപോലെ തന്നെ അച്ഛൻ എന്ന ഭാവത്തിൽ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന ആ ഗുരു ഭാവനയെ അതേപടി സ്വീകരിച്ച്
അച്ഛൻ്റെ ആജ്ഞയെ നിർവഹിക്കാനായി 14 വർഷം വനത്തിലേക്ക് പോവുകയാണ്. ശ്രീരാമന് നാളെ രാജ്യാഭിഷേകം തീരുമാനിക്കുന്നു. തലേന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടാകുന്നത്. എന്നിട്ടും താൻ നാളെ രാജാവാകുകയാണ്. ആ രാജാവാകുന്നതിൽ നിന്നാണ് ഈ മുടക്കം സംഭവിച്ചത്. എന്നിട്ടും അച്ഛൻ എന്ന ആ മഹാതത്വത്തെ, ആ മഹാഗുരു തത്വത്തെ മുൻനിർത്തി അദ്ദേഹം വനത്തിന് പോകാനായി തീരുമാനിക്കുകയാണ്. ലക്ഷ്മണൻ വന്നിട്ട് എതിർക്കുന്നുണ്ട്. ലക്ഷ്മണൻ അനിയനാണ്, പറഞ്ഞു അച്ഛൻ്റെ ഈ രീതികളൊന്നും എനിക്ക് വളരെ താല്പര്യമായി തോന്നുന്നില്ല. അച്ഛൻ ചെയ്യുന്നത് എന്തായാലും ഈ രീതിയിൽ നോക്കിയാൽ അത് തെറ്റാണ് എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നുണ്ട് ലക്ഷ്മണൻ. മാത്രവുമല്ല, ലക്ഷ്മണൻ ശരിക്കും ക്രോധിച്ച് തന്നെ, അച്ഛനോട് ക്രോധിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്, വേണമെങ്കിൽ ഞാൻ അച്ഛനെയും പിടിച്ചു കെട്ടി അങ്ങയെ നാളെ രാജാവാക്കും. മറ്റ് സഹോദരങ്ങൾ വന്നോട്ടെ, ഞാൻ എതിർത്തുകൊള്ളാം, അവരെ ഞാൻ പറഞ്ഞു നിർത്തിക്കൊള്ളാം, എനിക്ക് നാളെ അങ്ങയെ രാജാവാക്കണം എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ കർശനമായി പറയുന്നുണ്ട്. ആ ഭാഗത്താണ് ഭഗവാന്റെ ലക്ഷ്മണോപദേശം എന്ന ആ ഒരു തത്വം മുന്നിൽ വരികയും ശ്രീരാമൻ പറയുന്നു, ലക്ഷ്മണനോട് പറയുകയാണ്, അങ്ങനെ നീ അത്രയും കർശനമായിട്ട് എല്ലാവരെയും എതിർക്കാൻ നിന്നാൽ അച്ഛൻ്റെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം, അതുകൊണ്ട് ആദ്യമായി നീ എതിർക്കേണ്ടി വരുന്നത് എന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ ആ സഹോദര സ്നേഹത്തിന് മുമ്പിൽ എല്ലാം വിട്ട് ഒറ്റ കാര്യം മാത്രം ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്, എന്നെയും കൂടി അങ്ങ് വനവാസത്തിന് പോകുമ്പോൾ കൊണ്ടുപോകണം, എന്നെയും കൂടി അങ്ങോടൊപ്പം ചേർക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ആ സാഹോദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവം. സീതാദേവിയെ അവിടെ വിവാഹം കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ത്രയംബകം വില്ല് കുലച്ചാൽ മതിയായിരുന്നു. ത്രയംബകം വില്ല് കുലച്ചാൽ സീതയെ ലഭിക്കുമെന്നാണ് ജനക മഹാരാജാവ് പറഞ്ഞിരുന്നത്. പക്ഷെ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു? ത്രയംബകം വില്ലെടുത്ത് കുലച്ച് അത് ഒടിച്ചു കളഞ്ഞു. കാരണം എന്താണ്? ഇനി സീതയ്ക്ക് മറ്റൊരു അവകാശി വേണ്ടെന്നാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് വൈഷ്ണവം എന്ന വില്ല് കൊണ്ടുവന്ന്, വൈഷ്ണവം എന്ന പേരോടുകൂടിയ വില്ല് പരശുരാമൻ കൊണ്ടുവന്ന് ശ്രീരാമന്റെ കൊടുക്കുന്നുണ്ട്. ആ വില്ല് ശ്രീരാമൻ കുലയ്ക്കുന്നതേ ഉള്ളൂ. ഇവിടെ രണ്ടർത്ഥമാണ്. ഒന്ന്, അവിടെ സീതയ്ക്ക് ഇനി വേറൊരു അവകാശി വേണ്ട. രണ്ടാമത്തെ, വൈഷ്ണവം എന്ന വില്ല് കുലയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വ്യവേഷ്ടി വിഷ്ണു, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ജീവചൈതന്യത്തെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ആ ജീവചൈതന്യത്തെ വൈഷ്ണവം എന്ന വില്ലെന്ന പേര്, അത് ജീവചൈതന്യത്തെ, ഈ പ്രപഞ്ചത്തിലെ മുഴുവനുള്ള ബ്രഹ്മാവ് മുതൽ പിപീലിക വരെ, അത് ഉറുമ്പ് വരെയുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക സയൻസിന്റെ ഭാഷയെ പറഞ്ഞാൽ അമീബ വരെയുള്ള ചെറിയ ജീവജാലങ്ങളെ മുഴുവനും സംരക്ഷിക്കുന്നതിന് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതാണ് വൈഷ്ണവം എന്ന വില്ല്. ആ ഭഗവാൻ കുലയ്ക്കുകയാണ്. അതിനെ എടുത്ത്, അധികാരത്തിന് ചിഹ്നമാണ് വില്ല്, ആ അധികാരം എനിക്ക് പ്രയോഗിക്കാൻ അറിയാം. ഈ ലോകത്തോട് എങ്ങനെയാണ് ഈ ലോകത്തെ നിലനിർത്തി പോകേണ്ടത്, എല്ലാ ജീവജാലങ്ങളെയും എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് അറിയാം എന്ന ഭാവത്തിൽ ശ്രീരാമൻ ആ വില്ല് കുലയ്ക്കുകയാണ്. വില്ല് കുലച്ച് പരശുരാമനോട് പറയുകയാണ്, ഈ വില്ല് കുലച്ചാൽ ഇതിന് ലക്ഷ്യം കാട്ടിത്തരണം. അപ്പോൾ പരശുരാമൻ പറയുകയാണ്, ഭഗവാൻ എൻ്റെ സുഹൃതങ്ങളെ മുഴുവനും, ഞാൻ ചെയ്ത സർവ സൽക്കർമ്മങ്ങളെയും അവിടുത്തെ അസ്ത്രത്തിന് വിധേയമാക്കൂ, അത് അങ്ങേക്കുള്ളതാണ്, അതെല്ലാം അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞ് പരശുരാമൻ അവിടെ സാഷ്ടാംഗം ശ്രീരാമനോട് പ്രണമിക്കുകയാണ്. അങ്ങനെ ആധ്യാത്മികതയുടെ അടിത്തറയിൽ, നന്മയുടെ അടിത്തറയിൽ, ഈശ്വര ചൈതന്യത്തിൻ്റെ ലക്ഷ്യമാക്കിയുള്ള, ഈശ്വര ചൈതന്യത്തിൻ്റെ സാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തെ മുൻനിർത്തി രാജ്യത്തെ ഭരിക്കുകയും ആ രാജ്യഭാരത്തെ എല്ലാ ജനങ്ങൾക്കും സമമായി എത്തുന്ന രീതിയിൽ സമഭാവനയോടുകൂടി അത് നിലനിർത്തുകയും ചെയ്യുന്നതാണ് ശ്രീരാമചന്ദ്രൻ. എല്ലാ മംഗളങ്ങളോടും കൂടി തന്നെ പട്ടാഭിഷേകം നടന്ന് ആ കർമ്മം പൂർണ്ണമാവുകയാണ്. സ്നേഹത്തിൻ്റെ നിധിയാണ് ശ്രീരാമചന്ദ്രൻ. പരസ്പര സാഹോദര്യ സ്നേഹത്തിൻ്റെതാണ്. ഈ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുന്നതിനനുസരിച്ച് ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ ബുദ്ധിയും അവരുടേതായ കഴിവുകളും അവരുടേതായ ലക്ഷ്യങ്ങളുമുണ്ട്. അവരെല്ലാവരും മനുഷ്യ നന്മയ്ക്ക് നിൽക്കുമെന്നുള്ളതാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.